പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴി നമ്മൾ വായിച്ചു കേട്ടത്. ഈ വചനത്തെക്കുറിച്ച് യേശു പറയാൻ കാരണം കള്ളപ്രവാചകന്മാരെ അഥവാ ദുരുപദേശകന്മാരെ തിരിച്ചറിയുക എന്നുള്ള കാര്യത്തോടു കൂടിയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കും. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും കായ്ക്കാറുണ്ടോ? നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല എന്ന് ഇവിടെ തിരുവെഴുത്തും വായിക്കുമ്പോൾ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കള്ളപ്രവാചകന്മാരാകുന്ന ചെന്നായ്ക്കളെ കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ നാം അതിനോടനുബന്ധമായി ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ ആ മനുഷ്യൻ ക്രിസ്തുവിൽ നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി മാറണം. നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും വലിയ ആകാത്ത ഫലം കായ്ക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നല്ല ഫലം മാത്രമേ കായ്ക്കുകയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര തന്നെ കഠിനമായി പ്രയത്നിച്ചാലും ആത്മാവിന്റെ ഫലങ്ങളൊന്നും നിങ്ങളിന്ന് പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി ഏതെങ്കിലും വിധത്തിൽ യേശുവിൽ വിശ്വസിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റി എഴുതുവാൻ കാരണമാകും. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് അത് ആദ്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ വെളിപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. നാം വായിച്ച വചനം ദുരുപദേശകന്മാരോടും കള്ളപ്രവാചകന്മാരോടും ഉള്ള ബന്ധത്തിലാണെങ്കിലും അവരെ നാം സൂക്ഷിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആത്മാവിന്റെ ഫലത്തിന്റെ അനുഭവമായിരിക്കും. എന്താണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്? ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 22 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തു ആത്മരക്ഷ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നീ സദാസമയം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കും. ആത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുമ്പോൾ നീ അത് പുറത്തും, നീ പോകുന്ന സഭയിലും, നീ ചെല്ലുന്ന സമൂഹത്തിലും ആത്മാവിന്റെ ഫലങ്ങളാൽ നീ നിറയപ്പെടും. അല്ല, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ജഡത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. എന്താണ് ജഡത്തിന്റെ പ്രവർത്തികൾ? ജഡത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഗലാത്യലേഖനം 5-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും മുമ്പ് കൂട്ടി പറയുന്നു. അത് ജഡത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ജഡത്തിന്റെ പ്രവർത്തികളാണ് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ജഡത്തിന്റെ പ്രവൃത്തിയിലേക്ക് കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നീ പോകാതെ, കഴിഞ്ഞകാല ജീവിതം പ്രാകൃതനായ ജഡികനായ മനുഷ്യനായി നീ മാറാതെ, ഹല്ലേലൂയ, ആത്മഫലമുള്ള ഒരു ആത്മീയ മനുഷ്യനായി നീ മാറണം. നീ എവിടെയും ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കള്ളപ്രവാചകന്മാരും ദുരുപദേശകന്മാരും ദേശത്തിനും രാജ്യത്തിനും സമൂഹത്തിനും സഭയിലും പെരുകുമ്പോൾ അവരുടെ ഉപദേശങ്ങൾക്ക് നീ ചെവി കൊടുത്ത് നീ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആത്മാവിൽ നീ വഴങ്ങി പോകാതെ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് നൽകുന്ന ദൈവവചനം, ജഡത്തിന്റെ പ്രവർത്തികളെ നീക്കിക്കളഞ്ഞ ആത്മാവിന്റെ ഫലം നിന്റെ കുടുംബത്തിനകത്ത് നിങ്ങൾ ഓഴുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ കുടുംബം എത്ര സമാധാനമാകും, എത്ര സന്തോഷമായി മാറും. പക്ഷെ എത്രയോ കുടുംബങ്ങളാണ് ഈ കാലഘട്ടം ജഡത്തിന്റെ പ്രവർത്തി
പ്രവർത്തിക്കകത്തനുസരിച്ച് ജഡത്തിന്റെ പ്രവൃത്തികൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സ്നേഹത്തിന്റെ വാക്കുകൾ പറയുവാനില്ലാതെ എപ്പോഴും ശകാരത്തോടെ, ശാഠ്യത്തോടെ, ദന്തപക്ഷവും ഭിന്നതയും അസൂയയും എന്നുവേണ്ട സകല അശുദ്ധിയും കുടുംബത്തിനകത്ത് വരികയാണ്. ഈ ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. സാത്താൻ ഒരിക്കലും നല്ല പ്രവൃത്തി ചെയ്യത്തില്ല. അവൻ അശുദ്ധിയാണ്, അവൻ അശുദ്ധിയും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് അവന്റെ ഉള്ളിലെ അശുദ്ധിയെ നമ്മെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മെ അശുദ്ധനാക്കി മാറ്റാൻ അവൻ ശ്രമിക്കും. എന്നാൽ നമ്മെ അശുദ്ധിയിൽ നിന്ന് വിടുവിച്ച് ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ ഫലം നീ എല്ലാ കാലത്തും പുറപ്പെടുവിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി ദൈവാക്കന്മാരോട് പറയട്ടെ, നീ ആത്മഫലമുള്ളവനാണോ? നീ ആത്മഫലമുള്ളവളാണോ? നിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ നിനക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? എങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതം എത്ര സന്തോഷകരമായി മാറും. ഇന്നും നിന്റെ കുടുംബം കണ്ണുനീരിന്റെ, ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്നത് എന്താണ്? നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ നിശ്ചയമായിട്ടും ദൈവഹിതം മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. ദൈവഹിതം അല്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ തരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകമോഹങ്ങൾക്കൊന്നിനും നമ്മൾ അധീനരായി മാറുകയില്ല. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ആത്മാവിന്റെ ഫലമോ എന്ന് തുടങ്ങുമ്പോൾ ആത്മാവിന്റെ ഫലത്തിൽ ഒന്നാമത്തെ കാര്യം സ്നേഹമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നിനക്ക് നിന്റെ മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്? ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? സഭയിലെ വിശ്വാസികളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്? ദേശത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്? അയൽവാസികളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലൊരു നിന്റെ കുടുംബത്തിൽ സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും ദീർഘക്ഷമതയും പരോപകാരവും വിശ്വസ്തയും സൗമ്യതയും എല്ലാം പുറപ്പെടും, ഇന്ദ്രിയം പുറപ്പെടും. അല്ലൊരു അതുകൊണ്ട് ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്ന പൗലോസ് പറഞ്ഞതുപോലെ, നീ ക്രിസ്തു യേശുവിനുള്ളവളാണെങ്കിൽ, നീ ക്രിസ്തു യേശുവിനുള്ളവനാണെങ്കിൽ നിന്റെ ജഡത്തെ, നിന്റെ ജഡത്തിലെ രാഗമോഹങ്ങളോടുകൂടെ നീ ക്രൂശിക്കണം. ഹല്ലേലൂയ. ജഡത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 7 തൊട്ട് വായിക്കുകയാണെന്ന്, ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവാൻ. ഇപ്പൊ ജഡത്തിൽ എന്തുണ്ട്? കന്മഷമുണ്ട്, കരിയുണ്ട്, കറയുണ്ട്, പാപമുണ്ട്, ചെളിയുണ്ട്. അതിനെല്ലാം നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി നിൽക്കണം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഒന്ന് എന്റെ കുടുംബത്തിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. കുടുംബത്തിൽ എത്ര പേർ സ്വർഗത്തിൽ പോകും? നിനക്ക് പോകാൻ കഴിയുമോ? ഇന്ന് നീ ജഡത്തിന്റെ പ്രവൃത്തിയിലാണ് ജീവിക്കുന്നെങ്കിൽ ആമീൻ, നിനക്ക് വേണ്ടി കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള നിത്യ നരകാന്തിയിലേക്ക് നീ പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ ആരുമാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് മതക്കാരനുമാകട്ടെ, ആമീൻ, നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാതെ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ ആമീൻ, നീ മുഖാന്തരം നീ മാത്രമേ നിന്റെ കുടുംബത്തിലുള്ളവർ പോലും നിത്യമായി നരകത്തിലേക്ക് യാത്ര ചെയ്യുവാൻ കാരണമാകും. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് മത്തായിയുടെ സുവിശേഷം വായിച്ച് നല്ല ഫലമൊക്കെയും ആമീൻ, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. നിങ്ങൾ നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നത് പോലെ നിങ്ങൾ കർത്താവിന് വേണ്ടി നല്ല ഫലം കായ്ക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലവും ആത്മാവിന്റെ ഫലവും ജഡത്തിന്റെ പ്രവർത്തികളെ കുറിച്ചുകൂടെ പഠിക്കാൻ കഴിയും. അവിടെ മടങ്ങി വന്ന് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവേ ജനത്തെ ഏൽപ്പിക്കുന്നു. നല്ല വൃക്ഷം കായ്ക്കുന്ന നല്ല വൃക്ഷം പോലെ, നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷം പോലെ ആത്മാവിന്റെ പ്രവൃത്തിക്ക് വിധേയപ്പെട്ട് സകല ജനം ജീവിപ്പാണ്. ജഡത്തിന്റെ പ്രവൃത്തികളെ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട ജനത്തെ ഒരുക്കണമേ. സകലത്തിന്മേലും ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുന്ന സകല മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.